ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മോട്ടിവേഷൻ, ഇൻഫർമേറ്റീവ്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് ആവുന്നതായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിബിൽ സ്കോർ എന്താണ്, അതുപോലെ സിബിൽ റാങ്കിങ് എന്താണ്, ഈ സിബിൽ സ്കോർ സിബിൽ റാങ്കിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സിബിൽ സ്കോർ എന്താണെന്ന് നോക്കാം. സിബിൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തികളുടെ സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് കണക്കാക്കുന്ന ഒരു സംഭവമാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിബിൽ സ്കോർ മെയിനായിട്ട് കണക്കാക്കുന്നത് 3 അക്ക സംഖ്യയിലാണ്. അതായത് 300 മുതൽ 900 വരെയുള്ള സംഖ്യയാണ് സിബിൽ സ്കോർ ആയിട്ട് കണക്കാക്കുന്നത്. അതിൽ 700-ന് മുകളിലോട്ട് പോകുമ്പോഴാണ് അത് ഗുഡ് എന്ന ലെവലിലേക്ക് കിടക്കുന്നത്. 700-ന് മുകളിലാണ്. അപ്പോൾ 900-നോട് അടുക്കുന്തോറും നമുക്ക് ലോൺ കൂടുതൽ ലഭിക്കാനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഉപകരണങ്ങളിലെ ലഭ്യത കൂട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ 18 മാസം മുതൽ 36 മാസമുള്ള അടവുകൾ തുടർച്ചയായിട്ട് കറക്റ്റായിട്ട് അടയ്ക്കാൻ പോവുകയാണെങ്കിൽ നമുക്കിത് സിബിൽ സ്കോർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കണക്കാക്കുന്നത് ബാങ്കുകൾ, ക്രെഡിറ്റ് ആപ്പുകൾ, അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിലൊക്കെ നമ്മുടെ ഇടപാടുകളിലൊക്കെ കണക്കാക്കിയിട്ടാണ് ഇത് സ്കോർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ സിബിൽ സ്കോർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സിബിൽ റാങ്കിങ് എന്താണെന്നാണ്. സിബിൽ റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംസാരിക്കുന്നത് നമ്മൾ സിബിൽ സ്കോർ കണക്കാക്കുന്ന പോലെ തന്നെ ബിസിനസ്സിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ റാങ്കിങ് കണക്കാക്കുന്നതാണ് സിബിൽ റാങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇത് കണക്കാക്കുന്നത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഇതിലാണ്. ഇതിൽ 1 ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. സിബിൽ സ്കോറിൽ 900 ടോപ്പായി നിൽക്കണമെങ്കിൽ ഇതിൽ 1 ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കമ്പനികൾക്ക് വായ്പകൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് ഇത് 50 കോടിയിലേക്ക് മുകളിൽ വായ്പ എടുക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സിബിൽ സ്കോറും സിബിൽ റാങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സിബിൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തികളുടെ വായ്പാ ഇടപാടുകളെ സംബന്ധിച്ചാണ്. അതുപോലെ സിബിൽ റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥാപനങ്ങൾ, ബിസിനസ്സുകളുടെ സ്ഥാപനങ്ങളുടെ റാങ്കിങ് ആണ് കണക്കാക്കുന്നത്. പിന്നെ ഇവരുടെ സ്കെയിലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കാം. സിബിൽ സ്കോറിൽ സ്കെയിലിംഗ് ചെയ്യുന്നത് 300 മുതൽ 900 വരെയാണ്. അതുപോലെ സിബിൽ റാങ്കിങ്ങിൽ സ്കെയിൽ ചെയ്യുന്നത് 1 മുതൽ 10 വരെയാണ്. ഇനിയിപ്പോൾ ഇത് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോറിൽ നമ്മുടെ വ്യക്തികളുടെ സാമ്പത്തിക ഇടപാടുകൾ നോക്കിയിട്ടാണ് ബാങ്കിങ്ങും അതുപോലെ ക്രെഡിറ്റ് ആപ്പും പിന്നെ നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് ഇടപാടുകളൊക്കെ നോക്കിയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. സിബിൽ റാങ്കിങ് നിർണ്ണയിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ വായ്പ തിരിച്ചടവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സിബിൽ റാങ്കിങ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മൾ ചെറിയൊരു ഐഡിയ കിട്ടിയപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മാത്രം. അപ്പോൾ ഇനിയും കൂടുതൽ ഇതുപോലെയും അതുപോലെ മോട്ടിവേഷനായിട്ടുള്ളതും ഇൻഫോർമേറ്റീവും നിങ്ങളുടെ അറിവിലേക്ക്, നിങ്ങളുടെ വളർച്ചയ്ക്കും നൽകാവുന്ന എല്ലാതരം അറിവുകളും ഞങ്ങൾ ഈ ചാനലിലൂടെ പറയുന്നത്. ഞാൻ അതുപോലത്തുള്ള കണ്ടന്റുകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചുരുങ്ങിയത് ഒരു 100 ലൈക്ക് ഇങ്ങനെ ഫസ്റ്റത്തെ വീഡിയോയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും. Stay tuned, stay with me, take care, bye.